അതേസമയം ഈ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഇതിപ്പോൾ കട്ടിളപ്പാളി കേസിലാണ് വിജിലൻസ് കോടതി ജാമ്യം ബൈജുവിന് നൽകിയിരിക്കുന്നത്. പക്ഷേ ദ്വാരപാലക ശില്പ കേസിൽ ഇപ്പോൾ അദ്ദേഹം റിമാൻഡിലാണല്ലോ. അപ്പോൾ ജയിൽ മോചിതനാകാൻ കഴിയില്ലായിരിക്കും അല്ലേ? അമൃത, തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന് സ്വാഭാവിക ജാമ്യം കട്ടിളപ്പാളി കേസിൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും ജയിൽ മോചിതനാകാൻ കഴിയില്ല എന്നുള്ളതാണ്. കട്ടിളപ്പാളി കേസിലാണ് ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ ദ്വാരപാലക ശില്പ കേസിലും പ്രതിയാവുകയായിരുന്നു. ഇപ്പോൾ കട്ടിളപ്പാളി കേസിൽ 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് സ്വാഭാവിക ജാമ്യത്തിന് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകുകയും അപേക്ഷ ഇന്നലെ കോടതി വാദം കേൾക്കുകയും ഇന്നിപ്പോൾ ജാമ്യം അനുവദിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ ദ്വാരപാലക ശില്പ കേസിൽ KS ബൈജുവിന് ഈ റിമാൻഡ് കാലാവധി പൂർത്തിയായിട്ടില്ല. ഈ മാസം 25-ന് ദ്വാരപാലക ശില്പ കേസിൽ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. അതിൽ കൂടി സ്വാഭാവിക ജാമ്യം ലഭിക്കുകയാണെങ്കിൽ മാത്രമേ KS ബൈജുവിന് ജയിൽ മോചിതനാവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും SIT ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 25-ന് ഈ ദ്വാരപാലക ശില്പ കേസിൽ കൂടി സ്വാഭാവിക ജാമ്യം ലഭിച്ചാൽ KS ബൈജുവിന് പുറത്തിറങ്ങാൻ കഴിയുമെന്നുള്ളതാണ്. ശരി, സൂര്യഗായത്രിയാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.